സ്വാതന്ത്ര്യാനന്ദാവബോധാത്മകപരിപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഗന്ധവാക്യം ജനാനാം. 8ാമത്തെ ശ്ലോകം 45-ാം ദശകത്തിൽ പറഞ്ഞു വെച്ചു. പ്രതി നവനവനീതങ്കോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ ക്വാമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകൈരർപ്പിതം സർപ്പിരസ്നൻ ക്വചന നവവിഭക്വം ദുഗ്ധമപ്യാഭിഭസ്ത്വം ത്വം അങ്ങ്. പല സൂത്രങ്ങൾ പറഞ്ഞ് അവരിൽ നിന്ന് മേടിച്ചു. വെണ്ണ ധാരാളം അവരിൽ നിന്ന് തരാക്കി. മനോഹരമായിട്ടുള്ള പാട്ടുപാടി. കളപദമുപഗായൻ, ചിലപ്പോൾ കോമളം ക്വാപി നൃത്തവും വെച്ചു. അങ്ങനെ ഗോപികളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ അലകൾ സൃഷ്ടിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ സുന്ദരമായിട്ടുള്ള ബാലലീലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഭഗവാൻ വെണ്ണ, പാല് മുതലായതിങ്ങനെ മോഷ്ടിച്ചിട്ടെടുക്കാൻ കാരണം? ചോദിച്ചാൽ പോരെ, അവർ കൊടുക്കില്ലേ? തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ യാചനം ഉപേക്ഷിച്ച് മോഷണത്തിലേക്ക് കടന്നതെന്ന് കവി തമാശ രീതിയിൽ ഊഹിച്ചിട്ട് പറയണം. മമ ഖലു ബലിഗേ യാചനം ജാതമാസ്താം ഇഹ പുനരബലാനാം അഗ്രതോ നൈവ കുറുവേ. കവിയുടെ സങ്കല്പമാണ് കേട്ടോ അത്. മമ എനിക്ക്, ഖലു ബലിഗേഹേ, മഹാബലിയുടെ കൊട്ടാരത്തിൽ യാഗം നടത്തുമ്പോൾ 3 അടി മണ്ണ് യാചിക്കേണ്ടി വന്നു. ബലിഗേഹേ, ബലിയുടെ ഗൃഹത്തിൽ യാചനം ജാതം, യാചനം വേണ്ടി വന്നു. 3 അടി മണ്ണ് തരുമോ ചക്രവർത്തി എന്ന് ചോദിക്കേണ്ടി വന്നു. യാചനം ജാതം ആസ്ത, വേണ്ടി വന്നു. അത് അവിടെ ഇരിക്കട്ടെ, ആസ്തയെ ഇരിക്കട്ടെ, നമ്മൾ പറയുമല്ലോ അതുപോലെയാണ്, അതവിടെ ഇരിക്കട്ടെ. ഇഹ പുനരബലാനാം, ഇവിടെ സ്ത്രീകളാണ്, ചക്രവർത്തിയൊന്നുമല്ല. ഈ സ്ത്രീകളുടെ മുമ്പിൽ പോയിട്ടേക്ക് ഇത്തിരി പാല് വേണം, വെണ്ണ വേണം എന്ന് എല്ലാ ശക്തനുമായിട്ടുള്ള താൻ പോയിട്ട് എന്താ ചോദിക്കേണ്ട ആവശ്യം? അഗ്രതോ, അവരുടെ മുമ്പിൽ നൈവ കുറുവേ, ഞാൻ യാചിക്കില്ല. കുറുവേ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്നാണ്. നേരത്തെ പറഞ്ഞതുണ്ട് യാചിക്കുക. ആ കുറുവേ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല, യാചിക്കില്ല. ഇവരുടെ മുമ്പിൽ പോയിട്ട് ഇപ്പോൾ യാചിക്കാനൊന്നും എനിക്ക് പറ്റില്ല. തനിക്ക് അവകാശപ്പെട്ടത് പോയിട്ടാണ് എടുത്തപ്പോൾ എന്താ കുഴപ്പം? എന്താ അവർ ചെയ്യുക? എന്ന അധികാരേണ, അല്ലയോ ഭഗവാനെ, ആ സ്ത്രീകളുടെ മുകളിലുള്ള അധികാരം ഉപയോഗിച്ച് ചക്രവർത്തിയുടെ മുമ്പിൽ യാചിച്ച പോലെ യാചിക്കാൻ മടിച്ച്, അങ്ങനെ ഇപ്പോൾ ഇവരുടെ മുമ്പിൽ യാചിക്കേണ്ട ആവശ്യമൊന്നും തനിക്കില്ല, എടുത്തപ്പോൾ ഇവരെന്താ കാണിക്കുകയെന്നൊന്നും അറിയാലോ എന്ന രീതിയിൽ ഇത് വിഹിതമതിക്കും ദേവസന്ധ്യച്ച യാചന, യാചന സന്ധ്യച്ച കളഞ്ഞിട്ട്, യാചന വേണ്ടാന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് അവർ വിധി വിഹിതമതി പ്രകാരം ഉറപ്പിച്ച മനസ്സോടു കൂടിയിട്ടാണോ? ചക്രവർത്തിയെ പോലെയൊന്നും ഇവരെ കണക്കാക്കില്ല. യാചന ഉപേക്ഷിച്ച് ദധികൃതം അഹരസ്ത്വം, അല്ലയോ ഗുരുവായൂരപ്പത്വം, ദധി കൃതം മുതലായവ അപഹരിച്ചെടുത്തു, ചോദിക്കാതെ തന്നെ അധികാരത്തിലെടുത്തു എന്നർത്ഥം. യാചനാം സന്ധ്യജ ദധികൃതത്വം അഹരത്, യാചന വേണ്ടാന്ന് വെച്ച് സ്ത്രീകളുടെ മുമ്പിൽ ദധികൃതം, ദധി തൈര്, കൃതം നെയ്യ് രണ്ടും ഹരിച്ചു. ചാരുണ ചോരണേന, ചോരണേന യാചനം ചെയ്യുവാൻ ഒരുങ്ങാതെ, യാചനം ചെയ്യുവാൻ ഒരുങ്ങാതെ ചോരണത്താൽ സന്ധ്യജ ചാരുണ യാചന ഉപേക്ഷിച്ച്, യാചനാം സന്ധ്യജ ചാരുണ ചോരണേന, ചാരുണ വിദഗ്ധമായ
മോഷ്ടിക്കൽ ചെയ്തു. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ചിട്ടും അല്ലേ, മണ്ടിൻ്റെ കുടമാണെന്നുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചിട്ടും വിവിധ രീതിയിലുള്ള ഉപായങ്ങൾ, ചാരുണ, മനോഹരമായ മാർഗങ്ങൾ, ഭഗവാൻ ചെയ്ത ഏതും മനോഹരമാണ്, അവലംബിച്ച് ചാരുണാചോരണേന മനോഹരമായിട്ടുള്ള മോഷ്ടിക്കലിൽ കൂടെ ദധീകൃതം മുതലായത് അപഹരിച്ചു. മമ ഖലു ബലിഗേഹേയാചനഞ്ജാതമാസ്താം ह्य പുനരബലാനാമകൃതോ നൈവ കുറുവേ. സ്ത്രീകളുടെ മുമ്പിൽ ഞാൻ അങ്ങനെ യാചിക്കാൻ തയ്യാറില്ല. നൈവ കുറുവേ, അങ്ങനെ ചെയ്യില്ല. എങ്ങനെ ചെയ്യില്ല? യാചിക്കില്ല. ഇതി വിഹിതമതിക്കും ദേവ, പ്രകാരം ചിന്തിച്ചിട്ടാണോ സർവേശ്വര അങ്ങ് യാചനാം സന്ധ്യച്ച യാചനാം, യാജ്ഞയെ ഉപേക്ഷിച്ച് ദധികൃതമഹരസ്ത്വം ചാരുണാചോരണേന. ചോരണം മോഷ്ടിക്കൽ. എങ്ങനത്തെ മോഷ്ടിക്കൽ? മനോഹരമായ രീതിയിൽ കൂടെയുള്ള മോഷ്ടിക്കലാണ്. അതാണ് ചാരുണാചോരണേന. തപദധികൃതമോഷേ ഘോഷയോഷാജനാനാം അഭജതകൃതിരോഷോ നാവകാശന്ന ശോകം ഹൃദയം അഭിമുഷിത്വാകർഷസിന്ധോ നദാസ്ത്വം സ മമ സമയരോഗാൻ വാതഗേഹാദിനാഥ. ഇവിടെ കവി ഒരു പ്രത്യേക യുക്തി പ്രയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ തൈര്, നെയ്യ് മുതലായതും പാലൊക്കെ മോഷ്ടിച്ചാൽ സാധാരണ നിലയ്ക്ക് ദേഷ്യം വരേണ്ടതല്ലേ? ആർക്കാ ദേഷ്യം മേടിക്കാൻ? നമ്മുടെ സാധനം ഒരാൾ മോഷ്ടിച്ചാൽ അല്ലേ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യലും അയാളെ മുമ്പിൽ കിട്ടിയ ചീത്ത പറയലും ഒക്കെ ഉണ്ട്. നമ്മുടെ സാധനം മറ്റൊരാൾ മോഷ്ടിച്ചാൽ സ്വാഭാവികമായിട്ട് വരണമെന്നാണ് ദേഷ്യം. അവരോടുള്ള നീരസം ഇതൊക്കെ ഉണ്ടാവണ്ടേ? അതെന്തേ ഇവിടെ ഉണ്ടാവാണ്ടിരിക്കാൻ? സ്ത്രീകൾക്ക് ഒന്നും ഉണ്ടായില്ല, ഒരു ദേഷ്യം ഉണ്ടായില്ല. കൃഷ്ണൻ വന്നെടുക്കാഞ്ഞാലാണ് അവർക്ക് ആക്ഷേപം. അതെന്താ അത്രേ കാരണം? ഈ ദേഷ്യം എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? ഹൃദയത്തിലും മനസ്സിലും ആണല്ലോ, അല്ലാണ്ട് എവിടെ ഉണ്ടാവില്ലല്ലോ. അത് ഭഗവാൻ മോഷ്ടിച്ചിരിക്കണു. ഹൃദയമഭിമുഷിത്വ, ആ ഹൃദയത്തെ ഹരിച്ചിട്ട്. എങ്ങനെ ഹൃദയത്തെ ഹരിക്കുക? കണക്ക് ഹരിക്കണ പോലെ ഹരിക്കാൻ പറ്റുമോ? ഹരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം കൊടുക്കുക. ഹൃദയഹാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആനന്ദം കൊടുക്കുന്ന എന്നർത്ഥമാണ്, ഭംഗിയുള്ള എന്നർത്ഥം. അപ്പം ഇവരുടെ ആകർഷകത്വം സൃഷ്ടിച്ചു ഭഗവാൻ തൻ്റെ ചോരണ ഉപായത്തിൽ കൂടെ. വളരെയേറെ സന്തോഷവും കൗതുകവും സ്ത്രീകൾക്കുണ്ടാക്കി. അപ്പോൾ അവർക്ക് എന്തുണ്ടായില്ല? ദേഷ്യം ഉണ്ടായില്ല. സന്തോഷം ഉണ്ടായാൽ ദേഷ്യം ഉണ്ടാവില്ലല്ലോ, രണ്ടും കൂടി ഒരുമിച്ച് പറ്റുമോ? അപ്പോൾ ഈ ചോരണോപായത്തിൻ്റെ വൈദഗ്ധ്യവും വിചിത്രതയും കൊണ്ട് ഭഗവാൻ അവരുടെ ഹൃദയത്തെ അപഹരിച്ചു. നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. വെള്ളം എവിടെ ഉണ്ടാവുക? ഒരു പാത്രത്തിൽ. അത് നിൽക്കാൻ എന്തെങ്കിലും ഒരു ബാധി വേണം, അതിലല്ലേ വെള്ളം നിൽക്കുള്ളൂ. ആ പാത്രം ഇങ്ങോട്ട് എടുത്തു കളഞ്ഞാലോ വെള്ളം അവിടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പം എൻ്റെ വെള്ളം നിറയ്ക്കല് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ആ പാത്രം എടുത്ത് വെച്ച് നോക്കിയാൽ ഇപ്പം എവിടെ വെള്ളം നിറയ്ക്കുക എന്ന പോലെ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്ത് ചെയ്തു? ആ സ്ത്രീകളുടെ ഹൃദയം മോഷ്ടിച്ചിരിക്കണു. പിന്നെ എവിടെ ദേഷ്യം ഉണ്ടാവുക? ഹൃദയം അഭിമുഷിത്വ, ഹൃദയം മോഷ്ടിച്ച് ഹർഷസിന്ധൗന്യതാസ്ത്വം, ആനന്ദമാകുന്ന സമുദ്രത്തിൽ മുക്കി. അവരെ ആനന്ദ സമുദ്രത്തിൽ അങ്ങോട്ട് മുക്കി. അപ്പം എന്തുണ്ടായില്ല? ഹൃദയം തന്നെ ഇല്ലാണ്ടാവും. ഭഗവാനുമായിട്ട് ഒന്നായാൽ പിന്നെ ഞാനും ഇല്ല, ഹൃദയവും ഇല്ല, ശരീരവും ഇല്ല. പിന്നെ എവിടെയാ ദേഷ്യപ്പെടുക അവർ? സ മമ ശമയരോഗാൻ വാതഗേഹാദിനാഥ. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, വാതഗേഹാദിനാഥ, എൻ്റെ രോഗത്തെ ഇല്ലാണ്ടാക്കി തീർക്കണമേ. ദേഷ്യത്തിന് ആസ്പദമായിരിക്കുന്ന ഹൃദയത്തെ ഭഗവാൻ തൻ്റെ കൈക്കുള്ളിലാക്കിയിരിക്കണു, അപഹരിച്ചു. എങ്ങനെയാ? സന്തോഷം അവർക്ക് നൽകിയിട്ട്. സന്തോഷം നൽകി 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 അവരുടെ ഹൃദയത്തെ തൻ്റെ കൈക്കലാക്കി, ഉള്ളം കൈയിലാക്കി. ഇപ്പം എവിടെയാ ദേഷ്യം ഉണ്ടാവുക? ഹൃദയം ഉണ്ടെങ്കിലല്ലേ ദേഷ്യമുള്ളൂ. അത് താനെ എന്നോ കരസ്ഥാക്കിയിരിക്കണു. അതുകൊണ്ട് അവർക്ക് ദേഷ്യപ്പെടാൻ സ്ഥാനമില്ല. അതുകൊണ്ട് അവർ ദേഷ്യപ്പെട്ടില്ല.
ഭഗവാന്റെ ഓരോരോ ചോരണം അല്ലെങ്കിൽ മോഷണത്തിലും അവർക്ക് ആനന്ദവും അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ടാവണത്. എൻ്റെ വീട്ടിൽ വന്നിട്ടല്ലേ കൃഷ്ണൻ മോഷ്ടിച്ചത്, എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കൃഷ്ണൻ മോഷ്ടിച്ചാൽ നമുക്ക് എന്താ നഷ്ടം? അത്രത്തോളം അവിടെ വർത്തിക്കുക ചെയ്യുക. ദിനേ ദിനേത പ്രതിവൃദ്ധലക്ഷ്മി അക്ഷീണമംഗല്യ ശതോർജോയം. ഓരോ ദിവസവും ലക്ഷ്മി ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഭഗവാനുള്ള ദിക്കിൽ ഇരട്ടിക്ക് ഇരട്ടി അതിൻ്റെ ഇരട്ടി എന്നും പറഞ്ഞ് ലക്ഷ്മി വർദ്ധിക്കുക ചെയ്യുക. സമ്പത്തായാലും വേറൊന്നായാലും ഭഗവാനവിടെ വന്നാൽ തന്നെ അവിടെ നിറയുക ചെയ്യുക. ഒരു ലേശം മോഷ്ടിച്ചു കൊണ്ടുപോയതുകൊണ്ട് എന്താ ഇപ്പം നഷ്ടം? ഭഗവാന്റെ ആ വരവ് കൊണ്ട് അവിടെ ഇരട്ടിക്ക് ഇരട്ടി ഉണ്ടാവും. കാരണം മാറത്താര ലക്ഷ്മി ഭഗവതിയാണ്. ലക്ഷ്മിയും കൊണ്ട് വന്നിട്ട് ഒരു ലേശം കൊണ്ടുപോയാൽ അവിടെ ഇരട്ടി ഉണ്ടാവുന്നതാണ്. ആ ഒരു കൊണ്ടുപോകലിലോ ചോരണത്തിലോ ആർക്കത് മടുപ്പുണ്ടാവുക? തപതധികൃതമോഷേ കോഷയോഷാജനാനാം. യോഷാജനാനാം സ്ത്രീകൾ. ദതി മോഷ്ടിക്കുന്നതിൽ അപചതഹൃതി രോഷോനാവകാശം. ഹൃദയത്തിൽ രോഷത്തിന് ന അവകാശം. രോഷത്തിന് സ്ഥാനം ഉണ്ടായില്ല, നെഗറ്റീവാണ്. രോഷം. ഹൃദി രോഷോ ന അവകാശം. ന ശോക. ശോകം ദുഃഖം അതും ഉണ്ടായില്ല. ദുഃഖവും ഉണ്ടായില്ല, രോഷവും ഉണ്ടായില്ല. ഇത് രണ്ടിനും അവകാശം ഉണ്ടായില്ല. ഹൃദയം അഭിമുഷിത്വ. അതിനാസ്പദമായിട്ടുള്ള ഹൃദയത്തെ അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് അപഹരിച്ച് കയ്യിലാക്കിയില്ലേ, പിന്നെ എവിടെ അവർ ദേഷ്യപ്പെടാനാണ്? ഹൃദയം അഭിമുഷിത്വ ഹർഷസിന്ധോന്യഥാത്വം സ മമ ശമയരോഗാൻ വാതകേകാധിനാഥ. ഹർഷസിന്ധോന്യഥാഹ. സന്തോഷമാകുന്ന സമുദ്രത്തിൽ അവരെ ആറാടിച്ചത് കാരണം അവർക്ക് ദുഃഖമോ ദേഷ്യമോ തീരെ ഉണ്ടായില്ല. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.